എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് പാർട്ടികളിലും അതുപോലെ തന്നെ ക്രിസ്മസ് വിശേഷ അവസരങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഡിങ് പോലത്തെ ഒരു ഫ്രൂട്ട് സാലഡാണ്. വളരെ ടേസ്റ്റിലുള്ള ഒരു സാലഡാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടൈപ്പിലുള്ള ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ പഴം എന്തായാലും നിർബന്ധമായിട്ടും വേണം. ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ പിയർ, ആപ്പിൾ, പിന്നെ പെർസിമൺ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ടും കൂടി എടുത്തിട്ടുണ്ട്. പെർസിമൺ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഓറഞ്ച് കളറിലുള്ള ഇതുപോലൊരു ഫ്രൂട്ടാണ്. കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റുള്ള നല്ലൊരു മധുരമുള്ള ഫ്രൂട്ടാണിത്. അപ്പോൾ ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഇത് കിട്ടുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ കുറച്ച് വനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ വനില ഐസ്ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രൂട്ട് സാലഡ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-6 സ്കൂപ്പ് വനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീമും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ മറ്റൊരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെയിൻ സ്ക്രീനിലും കൊടുക്കുന്നതാണ്. അപ്പോൾ അതാവശ്യമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ ഐസ്ക്രീം 5-6 സ്കൂപ്പ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പഴം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീമും പഴവും കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിൽ എക്സ്ട്രാ പാലൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പഴവും ഐസ്ക്രീമും കൂടി ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഫ്രൂട്ട്സിൽ നമ്മൾ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കുന്നില്ല, കാരണം ഞാൻ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം നല്ല മധുരമുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണ്ടി വരില്ല, കാരണം ഐസ്ക്രീമിലും നല്ല മധുരം തന്നെയാണ്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള ഗ്ലാസ്സുകൾ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഐസ്ക്രീം ബൗൾസ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ നീളത്തിലുള്ള ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഏറ്റവും ആദ്യം കുറച്ച് ഡേറ്റ്സ് ആണിത്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്, അതിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കശുവണ്ടിയും അതുപോലെ തന്നെ ബദാമും ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് സോസ് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ഐസ്ക്രീമിൻ്റെയും പഴത്തിൻ്റെയും കൂടെ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും നട്ട്സ് ഇതുപോലെ തന്നെ നമ്മൾ ലെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇതുപോലെ ലെയർ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പല കളറിലുള്ള ഐസ്ക്രീം വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അതായത് വാനില, സ്ട്രോബെറി മാറ്റി മാറ്റി ലെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അവസാനമായിട്ട് ബാക്കിയുള്ള ഫ്രൂട്ട്സും ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഡെസേർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്